നേരത്തെ ഈ ബ്രാൻഡിന്റെ കോപ്പി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ ഷോപ്പിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ ബ്രാൻഡുകളൊക്കെ ഒരു ദിവസം 5 പീസ് 6 പീസ് 10 പീസൊക്കെ പോകാം. എന്നാൽ കാലി അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള പിന്നെ പാൻ അമേരിക്കനെ പോലത്തെ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള സംഭവങ്ങളൊക്കെ 1500 ഇടയിൽ ചിലപ്പോൾ 20 പീസ് 25 പീസൊക്കെ ഒരു ദിവസം നമ്മളെ കൗണ്ടറിൽ പോകും. അപ്പം അങ്ങനെയുള്ള പിന്നെ ബ്രാൻഡുകളൊക്കെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞാൻ വയനാട്ടിലുള്ള സമയത്ത് റാഡോ വാച്ച് കെട്ടിയ ഒരാളുടെ നമ്മളെ അന്ന് റാഡോ വാച്ച് കെട്ടുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരു ദിവസം മൂപ്പരെ പണിക്കാരനും റാഡോ വാച്ച് കെട്ടിയിട്ട് വന്ന് അപ്പോൾ അതിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു. അന്ന് 500 റുപ്യ കോപ്പി കിട്ടിയിരുന്നു. അപ്പം വലിയ ബ്രാൻഡിന്റെ ആൾക്കാർ കോപ്പിയൊക്കെ ഇട്ടിട്ട് ബ്രാൻഡ് താഴോട്ട് പോന്നോട്ടെ, ഈ ഇൻഡസ്ട്രിയിൽ പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ കടന്നു വരട്ടെ. ബ്രാൻഡ് ആൾക്കാർ കോപ്പി ഇട്ടാകുമ്പോൾ ബ്രാൻഡിന്റെ വാല്യൂ നഷ്ടപ്പെട്ടു പോകല്ലേ. അപ്പൊ നമ്മൾ ഇത്താക്കും കാലിക്കൊക്കെ പ്രസക്തി കൂടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ നേരത്തെ ആരോ പറഞ്ഞല്ലോ 8ാമത്തെ ഷോറൂം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മളെ ഷോറൂമിന്റെ പാർട്ണർമാരൊക്കെ അങ്ങനത്തെ 100 കണക്കിന് പിന്നെ ഞങ്ങൾ ഹോൾസെയിലറാണ്, ഓലൊക്കെ നമ്മളെ പാർട്ണർമാരാണ്. അപ്പോൾ അത്രയും പാർട്ണർമാരുള്ളത് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നത്. പുതിയ കുട്ടികളോട് നമ്മൾ പറയാനുള്ളത്, ആ പെട്ടിയും പിടിച്ച് നമ്മളെ സാമ്പിളായിട്ട് വരുന്ന ആൾക്കാരാ, അവർ നമ്മളെ പാർട്ണറാണെന്നുള്ള കണ്ടുകൊണ്ട് അവരോടുള്ള പെരുമാറ്റവും അവരോടുള്ള സ്വഭാവമൊക്കെ മാറ്റിയാൽ നമ്മളെ സ്ഥാപനം 100% വിജയിക്കും. കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഈ 100 കണക്കിന് ബ്രാൻഡുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ബിസിനസ്സിലുള്ള ഒരു എത്തിക്ക് നമ്മൾ ഉണ്ടാക്കണം. സ്വഭാവവും വിശ്വാസവും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മ, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ കൂട്ടായ്മയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വിജയിക്കുന്നത്. ഞാനൊക്കെ ഒരു സെയിൽസിൽ നിന്ന് കടന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ നെക്സ്റ്റ് ലെവൽ എന്താണ് ചിന്തിക്കേണ്ടതെന്നുള്ള രീതിയിൽ ഞങ്ങളെ പാർട്ണർമാർ കൂടിയപ്പോൾ 80 ആളുണ്ട് ഇന്നലെ കോഴിക്കോട് കൂടിയത്. അപ്പൊ 80 ആൾക്കാരെ പാർട്ണർഷിപ്പിൽ കൂടി കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ. അതെല്ലാവരും സെയിൽസിലേക്ക് ഞാൻ സിന്ധൂറിന് മുമ്പിൽ ഞങ്ങളെ ഷോപ്പ് തുടങ്ങിയ സമയത്ത് ഞാനന്ന് സെയിൽസ്മാൻ ആയിട്ട് അതിന്റെ മുമ്പിൽ കൽപ്പറ്റ ബസാറിലുള്ള സമയം ഞാൻ ഏത് സെയിൽസിൽ ഏത് പീടികയിലാണോ നിന്നത് ആ ആളും എൻ്റെ കൂടെ തന്നെ നിന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇത്. അങ്ങനെ ഇപ്പൊ ഒരു പുതിയ തലമുറക്ക് അതൊന്നും ചിലപ്പം കഴിഞ്ഞൊന്നല്ല. ഇപ്പൊ പുതിയ തലമുറ പെട്ടെന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അതാണ് ഒരു കോപ്പി കൊണ്ടുവന്നിട്ട് വിറ്റാല് 2000 ലാഭം കിട്ടുമെന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ വിശ്വാസതയോട് കൂടിയിട്ടും ഐക്യത്തോട് കൂടിയിട്ടൊക്കെ മുമ്പോട്ട് പോയ ഇൻഡസ്ട്രിയിൽ നല്ല ഇൻഡസ്ട്രിയാണ്. പക്ഷെ ഇത് ഇന്ന് വന്നാൽ നാളെ വിൽക്കണം, ജ്വല്ലറി അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പിന്നെ ഷോപ്പിൽ കാട്ടി ചെന്നിക്കുകയാണെങ്കിൽ 10 കോടി ഉറുപ്പിന്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ 10 കോടി ഉറുപ്പ് ഒരിക്കലും നമുക്ക് സ്റ്റോക്ക് കാണാൻ കഴിയില്ല. ഒരു ജ്വല്ലറി ആയിരുന്നെങ്കിൽ വളരെ സുഖമായിരുന്നു, വിറ്റ് കാര്യമാക്കി പോകായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് നല്ല പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ഇൻഡസ്ട്രിയിൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഒരു നല്ലൊരു എത്തിക്ക് ഉണ്ടാവണം, എന്നാലേ നടക്കുള്ളൂ.